ഒരു ഇടക്കാലത്തിന് ശേഷം വീണ്ടും ജമ്മു കാശ്മീറുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പദവി ചർച്ചയാകുന്നുണ്ടല്ലോ. അത് കോടതിയുടെ ഒരു ചോദ്യത്തിന് പിന്നാലെയാണ് ഇത് ചർച്ചയാകുന്നത്. കോടതിയുടെ ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനോട്, ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നൽകുമോ എന്നത്. എങ്ങനെയാണ് സാറിന്റെ അഭിപ്രായം? നൽകിയാൽ നമുക്കറിയാം, നമ്മുടെ മുന്നിലുണ്ട് പെഹൽഗാം അടക്കമുള്ള വിഷയങ്ങൾ, വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ നിലവിലുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നൽകാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് ചീഫ് ജസ്റ്റിസ് RM ഗവായിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തന്നെയാണ് പറഞ്ഞത്, ഇപ്പോൾ സംസ്ഥാന പദവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഹൽഗാം അടക്കമുള്ള സുരക്ഷാ വിഷയങ്ങൾ കൂടി കണക്കിലെടുത്ത് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. യാഥാർത്ഥ്യങ്ങൾ മൂടി വെച്ചുകൊണ്ട് ഒരു ഉത്തരവ് അങ്ങനെ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് സംസ്ഥാനം ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ അയച്ചിട്ട് അവരുടെ അഭിപ്രായം കൂടെ കേട്ട് 8 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ആർഗ്യുമെൻ്റ് നടത്താമെന്നേ പറയുന്നുള്ളൂ. അല്ലാതെ നൽകാമെന്നോ നൽകാൻ സാധ്യതയുണ്ടെന്നോ പറയുന്നില്ല. കാരണം മുമ്പ് സുപ്രീം കോടതിയുടെ സ്റ്റാൻഡ് അതല്ലായിരുന്നു. എത്രയും വേഗം നൽകണമെന്നും അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് നോക്കിയാണ് സുപ്രീം കോടതി ചോദിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. സുപ്രീം കോടതിയുടെ നിലപാടിലും മാറ്റം വന്നിട്ടുണ്ട്. കാരണം പഹൽഗാമിന് ശേഷം ജമ്മു കാശ്മീരിൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ആ സുരക്ഷാ കാര്യങ്ങൾ കൂടി പരിഗണിക്കാതെ അതിലെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ട്, അതെങ്ങനെ തരണം ചെയ്യണമെന്നും കൂടി കണക്കിലെടുക്കാതെ നമുക്കിപ്പോൾ സംസ്ഥാന പദവിയെക്കുറിച്ച് ചിന്തിക്കാനാവില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ട് ഇപ്പം തന്നെ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം. ഈ കോടതിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇപ്പോൾ സാധിക്കില്ല എന്ന് തന്നെയായിരിക്കും. കാരണം പഹൽഗാമിൽ ഇപ്പോഴും സിറ്റുവേഷൻ, പഹൽഗാമല്ല, നമ്മുടെ മലനിരകൾ, കാശ്മീരിലെ മലനിരകൾ മൊത്തം ഇപ്പോഴും സുരക്ഷിതമല്ല. നുഴഞ്ഞുകയറ്റക്കാരുണ്ട്. പലപ്പോഴും വെടി വിതർക്കുന്ന സാഹചര്യം പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിൽ നടക്കുന്നു. പിന്നെ പൂർണ്ണമായിട്ടും നമുക്ക് എക്സ്ട്രീമിസ്റ്റിനെ അവിടുന്ന് തുരത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയുള്ള ഗുഹകൾ പലതും ഇപ്പോഴും പരിശോധനയിലാണ്. ഏതൊക്കെ എവിടെ പോയി അവസാനിക്കുന്നു, ഏതൊക്കെയാണുള്ളത്, അവിടെ ആരെങ്കിലും ഇനിയും നിവസിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ പലരും ചോദിക്കുക, അതെന്താ ഇത്രയും നാളായിട്ടും കണ്ടെത്തിയില്ല? കാരണം കണ്ടെത്താൻ കഴിയില്ല. അത്രയ്ക്ക് വിപുലമായതും അത്ര ദുർഘടമായതുമായ പ്രദേശങ്ങളാണ്. നമ്മളൊരു പ്രദേശത്ത് കയറി വെട്ടിത്തെളിച്ച് എല്ലാം നോക്കുന്നതിനിടയ്ക്ക് അപ്പുറത്ത് പോകുമ്പം ഇവിടെ മുഴുവൻ പിന്നീട് ആൾക്കാർക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിൽ നിബിഡമായ വള്ളികളും കാടും ഒക്കെ വരുന്ന വിധത്തിലുള്ള ഒരു ടെറൈനാണ്. ഭൂപ്രകൃതി ഇപ്പൊ തന്നെ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായി നിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ ഏരിയയിൽ നിലനിൽക്കുന്നത് ദുരന്തങ്ങളുടെ ഒരു ഭൂമിയാണ്. അതോടൊപ്പം തന്നെ ഈ തീവ്രവാദികളുടെ ഒരു അഴിഞ്ഞാട്ട കേന്ദ്രം കൂടിയായി മാറിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ട് കുറച്ചു നാൾ മുൻപുണ്ടായ ചർച്ച, ഈ ജമ്മു കാശ്മീരിനെ വീണ്ടും വിഭജിച്ച് പൂർണ്ണമായി കാശ്മീരിനെ കേന്ദ്ര സർക്കാരിന് കീഴിലാക്കും, കേന്ദ്ര ഭരണ പ്രദേശമാക്കി മാറ്റി ജമ്മു മേഖലയെ സംസ്ഥാന പദവി നൽകുമെന്ന ചില ചർച്ചകളും ഉണ്ടായിട്ടുണ്ടല്ലോ. അത്തരത്തിലൊരു നീക്കവും ഉണ്ടാകുന്നു. അത്തരത്തിലും ഇപ്പോൾ ഉടനടി നീങ്ങാൻ വഴിയില്ല. കാരണം ഇപ്പോൾ ജമ്മു കാശ്മീരിനെ രണ്ടായിട്ട് തിരിക്കുമ്പോൾ അതൊരു ഡെമോഗ്രാഫിക് പ്രശ്നമായിട്ട് ഇതിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് അത് ഉടനെ ഉണ്ടാവില്ല. പക്ഷേ ജമ്മുവിലെ ജനത ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾ യാതൊരുവിധ ദ്രോഹവും ചെയ്യുന്നില്ല, ഞങ്ങളുടെ ഇവിടെ തീവ്രവാദികൾ തിരിക്കാനായിട്ടുള്ളതെല്ലാം ഞങ്ങൾ സുരക്ഷിതം നോക്കുന്നുണ്ട്. തീവ്രവാദികളും ലോക്കൽ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നടക്കുന്നത് കാശ്മീരിൻ്റെ ബോർഡർ പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് അവിടെയാണ് സുരക്ഷിതത്വം ആവശ്യമുള്ളത്. ഞങ്ങൾക്ക് സ്റ്റേറ്റ് പദവി ലഭിക്കണമെന്ന് അവർക്കുള്ള ഒരു ആവശ്യം തന്നെയാണ്. പക്ഷേ അത് ഇപ്പോൾ ഗവൺമെന്റ് പരിഗണിക്കുമോ എന്നെനിക്ക് അറിയില്ല. എന്തുകൊണ്ടായിരിക്കും ഈ അതിർത്തി പ്രദേശങ്ങളിലെ പ്രദേശവാസികൾ ഈ ഭീകരവാദികൾക്ക് വലിയ രീതിയിൽ പിന്തുണ നൽകുന്നത്? അവർക്ക് സർക്കാരിന്റെ വലിയ രീതിയിൽ ആനുകൂല്യങ്ങൾ ഉണ്ട്, ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് പൂർണ്ണമായ ഒരു മാറ്റം സംഭവിക്കും? അവര് പലരും ഇതിനു മുമ്പും ടെററിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നവരാണ്. പലരുടെയും കുടുംബത്തിലെ പലരെയും ടെററിസ്റ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പോയി പരിശീലനം നൽകി തിരിച്ചിവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നവരുണ്ട്. അവർ പലരെയും കണ്ടെത്തി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. റവല്യൂഷണറി ആർമിയെ പോലുള്ള പലരും അവിടെ നീക്കങ്ങൾ പലതും നടത്തുന്നുണ്ട്.
അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാത്തത്? ഈ തൊഴിലില്ലായ്മയോ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ, അതോ ഈ മതപരമായ ചിന്തയാണ്? മതപരമായ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, തൊഴിലിന്റെ പ്രശ്നമുണ്ട്. തൊഴിലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് സാധാരണഗതിയിൽ തൊഴിലിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ അവർ കിട്ടുന്നുണ്ട്. ഇപ്പൊ IMF നിന്ന് വരുന്ന പണം മുഴുവൻ തീവ്രവാദികൾക്കാണ് കൊടുക്കുന്നത്. പാകിസ്ഥാൻ കൊടുക്കുന്ന IMF നിന്ന് പാകിസ്ഥാന് കിട്ടുന്ന പണം മുഴുവൻ അവർ തീവ്രവാദികൾക്ക് ദാനം ചെയ്യുകയാണ്. ആ പണം ഉപയോഗിച്ചാണ് അവരവിടെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നത്. ആ പണം ഉപയോഗിച്ചാണ് അവർ ഇവിടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അതത്ര ഈസി അല്ല. BSFും ആർമിയും ഒക്കെ വളരെ ടൈറ്റായിട്ട് അത് വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ സീക്രട്ട് ഏജൻസികൾ പലതും വളരെ വിജിലൻ്റ് ആണ്. അതുകൊണ്ടൊക്കെ ഈസി അല്ല. എന്നാൽ പോലും പണ്ടറിയാമല്ലോ, കല്ലേറ് കാശ് കൊടുത്താണ് പിള്ളേരെ നിർത്തിക്കുന്നത്. രാവിലെ കുട്ടികൾ മാത്രമല്ല, വലിയ ആൾ വരെ 100-200 വരുന്ന ഒരു ആൾക്കൂട്ടം രാവിലെ മുതൽ രാത്രി വരെ നിന്ന് കല്ലെറിയുക, ആർമിയെ കല്ലെറിയുക, ആർമി വാഹനം പോയാൽ കല്ലെറിയുക, ആർമി വരുന്ന ആർമിക്ക് വെടിവെക്കാനുള്ള ഉത്തരവുമില്ല. ഇന്ത്യ ഗവൺമെന്റ് അത് ഉത്തരവും കൊടുത്തിട്ടില്ല. ലോക്കൽസിനെ വെടിവെക്കാനായിട്ട് ഉത്തരവുമില്ല. അപ്പോൾ അവർ കല്ലേറ് കൊള്ളുകയാണ് നിവർത്തി. അതുകൊണ്ടാണ് അവർ ഒരിക്കൽ അവരിൽ നിന്നൊരു ആളെ പിടിച്ച് നടുക്ക് വാഹനത്തിന്റെ നടുക്ക് കെട്ടിവെച്ചിട്ട് അത്യാവശ്യം എവിടെയോ പോയത്. അത് വലിയ വിവാദമായി. അങ്ങനെ മനുഷ്യനെ ഷീൽഡാക്കിക്കൊണ്ട് ഈ കല്ലേറുകാരിൽ നിന്ന് മുക്തി നേടി ആർമി പോയി എന്നൊക്കെ പറഞ്ഞു. ഇതുപോലത്തെ അവസ്ഥകളാണ് അവിടെ ഉള്ളത്. പിന്നെ പലരും അതിതീവ്രമായി ചിന്തിക്കുന്ന ഒത്തിരി യുവാക്കൾ അവിടെയുണ്ട്. അവരെയൊക്കെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ രണ്ട് വിധത്തിൽ, ഒന്ന് റിഫോം തിയറി ഒന്നായിട്ട് നടക്കുക, മറ്റേത് ഇൻഫിൽട്രേഷൻ ഉൾപ്പെടെയുള്ളവ തടുത്തുകൊണ്ട് ഇവരെ ആ വിധത്തിൽ പ്രേരിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിനൊക്കെ കേന്ദ്രത്തിന്റെ ഒരു നിരീക്ഷണം ആവശ്യമുണ്ട് എന്നുകൂടെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി. വിധിയല്ല, സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ, അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ഭരിക്കുന്ന പാർട്ടികളും അവകാശപ്പെടുന്നത് സംസ്ഥാന പദവിയല്ല, 370-ാം വകുപ്പ് തിരിച്ചു കൊണ്ടുവരണമെന്നാണ്. അത് ഒരു സ്വപ്നം മാത്രമായിരിക്കും. അതിപ്പോൾ ഉടനെ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയില്ല. അല്ല, അത് അവിടെ സമാധാനം വന്നിട്ട് എന്തുകൊണ്ട് ഈ കോൺഗ്രസ് ഇത്തരം മണ്ടൻ തീരുമാനങ്ങളും മണ്ടൻ ചോദ്യങ്ങളുമായി രംഗത്ത് വരുന്നു? അവർ ചിന്തിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണോ എന്നുള്ളത് പലപ്പോഴും പ്രശ്നമായി കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് അവർ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കത് പൂർണ്ണമായി ബോധ്യമാകുന്നില്ല തങ്ങൾ എന്താണ് പറയുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ബോധ്യമാകുന്നില്ല എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ബോധ്യമാകാതൊരിക്കലും വഴിയില്ല. അവർ ലക്ഷ്യമിടുന്നത് വോട്ട് ബാങ്കിനെയാണ്. പക്ഷെ ഒരു ഭാഗത്ത് നിന്നും അവരുടെ അടിത്തറയുള്ള വോട്ട് ബാങ്ക് നഷ്ടപ്പെടുന്നത് അവർ തിരിച്ചറിയുന്നില്ലല്ലേ? വോട്ട് ബാങ്ക് പൂർണ്ണമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ പണ്ട് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഹിന്ദുക്കൾ കോൺഗ്രസ്സിലുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം അത്തരക്കാരായിരുന്നു. പക്ഷേ ഇപ്പം ആ രീതിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ശൈലിക്ക് ഒരുപാട് മാറ്റം വന്നു. ആ മാറ്റങ്ങളെല്ലാം ആണ് ഇവരെ ഇത്തരത്തിൽ ചിന്തിക്കാനും ഇത്തരത്തിൽ അഭിപ്രായം പറയാനും പ്രേരിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.